എത്തിയിട്ടുള്ളത്. ചലച്ചിത്ര സംവിധായകനും നടനും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ ശ്രീ രമേശ് പിഷാരടിയാണ്. അദ്ദേഹത്തിന്റെ നർമ്മം നിറഞ്ഞു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ നമുക്ക് ഏറെ പരിചിതമാണ്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ചിരിപ്പുരണ്ട ജീവിതങ്ങൾ നമ്മിൽ പലരും വായിച്ചു കാണുമല്ലോ. ഏറെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ അനുസ്മരണ പ്രഭാഷണത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരുടെയും പേരുകൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെയും വേദിയിലിരിക്കുന്നവരുടെയും എന്റെയും ഇതിലേറിയ സമയം ഹനിക്കുന്നില്ല. നമ്മൾ പറഞ്ഞതിനേക്കാളും അല്പം വൈകിയാണ് പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേരുകൾ ആവർത്തിക്കുന്നില്ല. വളരെ ബഹുമാനം അർഹിക്കുന്ന അവരവരുടെ മേഖലകളിൽ ഏറ്റവും സുദീർഘമായ സംഭാവനകൾ നൽകിയ പ്രശസ്തരായ വ്യക്തികളാണ് വേദിയിലുള്ളത്. അവർക്കും ലാൽജു സാറ് പറഞ്ഞതുപോലെ മനുഷ്യന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒത്തുകൂടിയിരിക്കുന്ന ഈ വലിയ ജനാവലിക്ക് എന്റെ വിനയം നിറഞ്ഞ നമസ്കാരം. കലാഭവൻ ചേട്ടൻ ഇതുവരെ ആരെയും ബോറടിപ്പിച്ചിട്ടുള്ള ഒരാളല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റേജ് പരിപാടികൾ നോക്കിക്കോളൂ, കാസറ്റ് നോക്കിക്കോളൂ, സിനിമയിൽ അദ്ദേഹം വന്നു പോകുന്ന സീനുകൾ എടുത്ത് നോക്കിക്കോളൂ. അദ്ദേഹം അങ്ങനെ ആരെയെങ്കിലും ബോറടിപ്പിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ കഴിവാണ്. അത് മനസ്സിലാക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ മുമ്പ് അദ്ദേഹത്തെ കണ്ട നിങ്ങളുടെ മുന്നിൽ വന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് അത്ര വിരസമാക്കാതെ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. ചില ആളുകളൊക്കെ ഈ ഓണാഘോഷത്തിന്റെയൊക്കെ പരിപാടിയിൽ വന്ന് നിന്നിട്ട് വാമനൻ പാവേലി ചവിട്ടിത്താഴ്ത്തിയ കഥ എല്ലാവർക്കും അറിയാവുന്ന കഥകൾ പറയുമല്ലോ. അത് കേൾക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ അതിനൊരു വിരസത ഉണ്ടാകും. അതുപോലെ മണിച്ചേട്ടൻ എന്ന ഒരാളെ കണ്ട, സ്നേഹിച്ച, അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിച്ച, കല കണ്ടവരാണ് നിങ്ങൾ എന്നുള്ളവര് 100% എനിക്ക് ഉറപ്പാണ്. എന്തായാലും കലാഭവമണി പാർക്ക് എന്ന പേരിൽ ഈ പാർക്കിൽ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. രാമകൃഷ്ണൻ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കുടുംബം നടത്തുന്ന അവിടുത്തെ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലവും പല സ്ഥലങ്ങളിലായിട്ട് പലതരത്തിലുള്ള പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നാലും ഒരു പാർക്ക് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞത് ഇപ്പോഴും വലതുവശത്ത് കുട്ടികൾ എന്റർടൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ പാർക്ക് ഇന്നും ഇവിടെയുള്ള ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായി കരുതുന്നു. ഒപ്പം മണിച്ചേട്ടന്റെ അനുസ്മരണ യോഗങ്ങളിൽ നടക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ചിട്ടുള്ള എല്ലാ പരിപാടികളും ഞാൻ ആയ കാലം തൊട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്, ഞങ്ങളൊരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്, അതിന് വരുമോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. മണിച്ചേട്ടന്റെ അനുസ്മരണങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ഇല്ലാതെ നടന്നു പോകുന്നില്ല എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. അതൊരു പക്ഷെ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തൊരു മാതൃകയായതുകൊണ്ടായിരിക്കാം അത് അനുസ്മരണ യോഗങ്ങളിൽ എപ്പോഴും എവിടെയെങ്കിലും ഇപ്പം വർഗീച്ചേട്ട അദ്ദേഹവും രാധാകൃഷ്ണൻ ചേട്ടനും കൂടെ നമ്മളിവിടെ ഒരു കാര്യം കാണുന്നതിനകത്ത് ഒരു നന്മയുടെ അംശം, നമുക്ക് ഒരു സ്നേഹത്തിന്റെ കരുതലിന്റെ ഒക്കെ ഒരു അംശം കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായി ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത കലയിൽ അദ്ദേഹം ചെയ്ത സംഭാവനകളിൽ അദ്ദേഹം ഒരു സകലകലാ വല്ലഭനായിരുന്നല്ലോ. നിങ്ങൾക്ക് പല കലാകാരന്മാരും അവനവനെ ഒന്ന് അവതരിപ്പിക്കാൻ അർഹമായ സമയം ആഗ്രഹിക്കാറുണ്ട്. പലരും പറയും ഞങ്ങൾക്കൊരു വലിയൊരു സീൻ, ഒരു പടത്തിൽ എനിക്കൊരു വലിയ വേഷം കിട്ടിയാൽ ഞാൻ തകർത്തേനെ, ഇതൊരു ചെറിയ വേഷമായി പോയി എന്നൊക്കെ പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മണിച്ചേട്ടന്റെ ചെറിയ അവസരങ്ങളെല്ലാം അടയാളപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഓണത്തണിക്ക് കൂട്ടുവെച്ചോട് എന്ന് പറയുന്ന കാസറ്റിലെ തൂശിമ കൂന്താരം എന്ന് പറയുന്ന പാട്ട് വളരെ ചെറിയൊരു പാട്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനെ വെച്ച് കാസറ്റുകൾ ഇറങ്ങി. ആ ഒരു ഒറ്റ പാട്ടിന്ന് മണിച്ചേട്ടൻ ഹിറ്റാകുന്നു, പിന്നെ കാസറ്റുകൾ ഇറങ്ങുന്നു. ഒരുപക്ഷെ മിമിക്രി കാസറ്റുകളിൽ ശബ്ദം അനുകരിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ ശബ്ദം അനുകരിച്ചു വരുന്ന കാസറ്റുകൾ വഞ്ചിതരാകരുത് എന്ന് എഴുതി വെക്കേണ്ടി വന്നത് ആദ്യമായിട്ട് മണിച്ചേട്ടന്റെ കാസറ്റാണ്. ദാസേട്ടന്റെ ശബ്ദം അനുകരിച്ചോ വേറെ ഏതെങ്കിലും ഒരു ഗായകന്റെ ശബ്ദം അനുകരിച്ചോ പാടുന്ന പാട്ടുകളുടെ ഓഡിയോ കാസറ്റുകൾ അന്ന് വിറ്റുപോയില്ലായിരുന്നെങ്കിൽ മണിച്ചേട്ടന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് മറ്റു കലാകാരന്മാർ ഇറക്കിയ കാസറ്റുകൾ റെക്കോർഡ് വിൽപ്പന നടത്തിപ്പോയിട്ടാണ് ഒറിജിനലാണ് ഇത് എന്ന് പരസ്യത്തിൽ വരേണ്ടി വന്നത്. അങ്ങനെ ചെയ്യുന്നു. മാത്രമല്ല നാടൻ പാട്ട് എന്ന് പറയുന്ന ഒരു കല ഇവിടെ എത്രയോ നാളുകളായിട്ടുണ്ടായിരുന്നെങ്കിലും നാടൻ പാട്ടിന്റെ ഒരു വ്യാവസായിക മൂല്യം അതുകൊണ്ട് ഇത്രയും രൂപയ്ക്ക് നമുക്ക് കാസറ്റ് വിൽക്കാൻ പറ്റും, അതിന് ഇത്രയും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. ഇന്നും നിങ്ങൾ കവർ സോങ് പാടുന്നവരുടെയോ ബാൻഡുകളുടെയോ ഏത് ഗാനമേള പരിപാടി എടുത്ത് നോക്കിക്കോളൂ. നിങ്ങൾ 2-2.5 മണിക്കൂർ പരിപാടി ഒരു മണിച്ചേട്ടന്റെ പാട്ട് പാടാതെ അതിലൊരു നാടൻ പാട്ട് ഉൾപ്പെടുത്താതെ നിർത്താൻ പോയാൽ നിർത്തുന്നതിന് മുമ്പ് വേദിക്കരികിൽ ഒരാൾ എത്തിയിട്ട് പറയും നിങ്ങൾ
കലാപം മണിയുടെ ഒരു പാട്ട് പാടിയില്ല, അതും കൂടെ പാടിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് ഇന്നും കേരളത്തിൽ എവിടെ ഗാനങ്ങൾ നടത്തിയാലും ആളുകൾ പറയാറുണ്ട്, എവിടെ പരിപാടിക്ക് പോയാലും പറയാറുണ്ട്. അത്രയധികം ആ ഒരു കലാരൂപത്തിനെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് അതിനെ ഇത്ര ജനകീയമാക്കിയതിനകത്ത് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിന് സല്ലാപം എന്ന ചിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സല്ലാപം ഒരു ചെറിയ വേഷമായിരുന്നു. ആ ചെറിയ വേഷം കൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. തുടർന്നാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ശങ്കറിന്റെ ചിത്രങ്ങൾ എന്തിനും എടുത്തോളൂ, അന്യം എടുത്തോളൂ, ഒരു വേഷം, ഒരു സീൻ, 2 സീനൊക്കെ ചെയ്താൽ പോലും സിനിമ കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ മനസ്സിലുണ്ടാക്കുമായിരുന്നു. വില്ലൻ വേണോ, ഏതുതരം വില്ലൻ വേണമെങ്കിലും റെഡിയാണ്. കഥാപാത്രങ്ങൾ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണോ, അതിന് റെഡിയാണ്. ഹീറോ ആവണോ, ഹീറോ ആവാൻ റെഡിയാണ്. കോമഡി വേണോ, കോമഡി അദ്ദേഹം ചെയ്യുമായിരുന്നു. അത്തരത്തിൽ കലയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. എവിടെ കൊണ്ട് നിർത്തിയാലും, നിങ്ങൾ സിനിമയെ കൊണ്ട് നിർത്തിക്കോ, ടെലിവിഷനിൽ കൊണ്ട് നിർത്തിക്കോ, സ്റ്റേജിൽ കൊണ്ട് നിർത്തിക്കോ, ഓഡിയോ കാസറ്റ് ഉള്ളിടത്ത് കൊണ്ട് നിർത്തിക്കോ, മാധ്യമം ഏത് മാറിയാലും, കലയുടെ ഒരു രൂപം ഏത് മാറിയാലും എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് സിങ്ക് ആകുന്ന, ഫിറ്റ് ആവുന്ന ഒരു പ്രതിഭയായിരുന്നു മണിച്ചേട്ടൻ എന്നുള്ളത് എപ്പോഴും അത്ഭുതത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും കൂടെ ഉള്ളവരെ ശ്രദ്ധിക്കുന്നുള്ളവരായിരുന്നു. നമ്മള് അദ്ദേഹത്തിന്റെ ബലത്തെ കുറിച്ച് രാജദൂത് സാർ പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ശക്തിയുള്ള ആളാണ്. ഒരു സ്റ്റേജിന്റെ ബാക്കില് വിദേശത്ത് ഇങ്ങനെ നമ്മൾ ഷീറ്റ് കെട്ടിയിട്ട് കമ്പിയിട്ട് പിരിച്ച് കല്യാണ പന്തലൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്റ്റേജിന്റെ ബാക്കൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മറച്ചു വെച്ചിട്ടുള്ളതിനകത്തൂടെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഗ്രീൻ റൂമിൽ നിൽക്കുമ്പോൾ വേറെ കുറച്ച് സ്റ്റാർസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ സ്റ്റേജിൽ. ഒരുത്തൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ടും ആ ഷീറ്റിൽ ഇങ്ങനെ തട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളെ അസഭ്യം പറയും. അവനൊരു വിനോദം, അവൻ അസഭ്യം പറയും, ഓടിക്കളയും. പിന്നെ ഞങ്ങളെ എന്തെങ്കിലും തെറ്റ് പറയും, ഓടിക്കളയും. 2-3 പ്രാവശ്യമായിട്ട്. പിന്നെ ഒരു സമയത്ത് ഞാൻ കാണുന്നത് ഇവൻ എന്തോ ചീത്ത പറയുന്ന ശബ്ദം കേട്ടതോ സൈഡിൽ കത്തിരിക്കുന്ന മണിച്ചേട്ടൻ ചാടി അതിനകത്തൂടെ കൈയിട്ട് ഒരുത്തിനെ പിടിച്ച് അകത്തെടുത്ത് വെച്ചേക്കും ഗ്രീൻ റൂമിനകത്തേക്ക്. അതിനകത്തൂടെ ഒരുത്തിനെടുത്ത് അകത്ത് വെച്ച് അവൻ അതിനകത്ത് ഞങ്ങളൊക്കെ ചുറ്റും എടുത്ത് നിൽക്കുന്നത്. എന്തിനാണ് നീ ചീത്ത വിളിക്കുന്നത്, നമ്മൾ എന്താണ് നിന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഈ കൂടെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനകത്ത് അദ്ദേഹത്തിനൊരു വലിയ ശക്തി കാണിക്കുമായിരുന്നു. ഒരു വശത്ത് ഈ ശക്തി കാണിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എളുപ്പത്തിൽ കരയുന്ന ആള് കലാപം മണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ശക്തി കാണിച്ചിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മള് എന്ത് സൗകര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയാലും ആ സൗകര്യങ്ങൾ കിട്ടുന്ന ആ പോയിന്റിൽ എനിക്കത് പണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ മുന്നോട്ടുള്ള പ്രയാണവും പുള്ളി തൊട്ട് പുറകിൽ നല്ല അടിക്കുന്നത് തുടങ്ങിയെടുത്തുനിന്ന് തന്നെ അളക്കുന്നത്. നമ്മള് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ തൊട്ട് പറയും ഇന്നലെ ഇല്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു എന്ന് പറയുന്നല്ല. അദ്ദേഹം എവിടെ എത്തുമ്പോഴും എപ്പോഴും അദ്ദേഹം തുടങ്ങിയ പോയിന്റിൽ നിന്ന് തന്നെ അളന്ന് കുറിച്ച് എത്തിയ പോയിന്റ് വരെ ആലോചിച്ച് പറയുന്ന, പെട്ടെന്ന് കരയുന്ന. പല ഹോട്ടലുകളിലൊക്കെ പരിപാടിക്കൊക്കെ പോയാൽ അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും വലിയ മുറി കൊടുക്കുന്നത്. നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ ഒരാൾ വർത്താനം പറയാനെന്നും പറഞ്ഞ് ഞാൻ ധർമ്മനൊക്കെ ഉള്ള മുറിയിലേക്ക് വന്നിട്ട് വർത്താനം പറഞ്ഞ് കിടന്നുറങ്ങി പോയതുപോലെ സെറ്റി കിടന്ന് ഉറങ്ങുമായിരുന്നു. വലിയ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ മനുഷ്യന് ഇത്തിരി മടി ഉള്ള കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ റൂമിലോട്ട് വിളിച്ചു വരുത്തിട്ട് വർത്താനം പറഞ്ഞിട്ട് അവരോടൊപ്പം കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ. 10 കൊല്ലങ്ങൾക്കപ്പുറവും ഇത്രയും ആളുകളെ ഇവിടെ ചേർത്തുകൊണ്ട് നമ്മൾ ഓർക്കുന്നു. രാജു സാർ പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞാൽ, സാധാരണക്കാരനായ ഒരാൾക്ക് എത്ര അസാധാരണമാം വിധം വളരാമെന്നും എത്ര അസാധാരണമാം വിധം വളർന്നാലും ഒരാൾക്ക് എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നും മലയാളികൾക്ക് കാണിച്ചു തന്ന ഒരു വലിയ ഉദാഹരണം കൂടിയാണ് കലാഭവൻ ചേട്ടൻ എന്ന് പറയുന്നത്. അദ്ദേഹം വേറെ പറഞ്ഞതുപോലെ മലയാളിയായിട്ടാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മൾ ലോകത്തിന്റെ എവിടെ ജീവിക്കുമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട്, അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമല്ല. എങ്ങനെയെങ്കിലും അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി വരും. ഇന്നുപോലും വരുന്ന വഴിയിൽ എത്രയോ ഓട്ടോ സ്റ്റാൻഡുകളിൽ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് വെച്ചിരിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നു, പറയുന്നു. അങ്ങനെയുള്ള നല്ല ഒരു വ്യക്തിത്വത്തിനുടമ അകാലത്തിൽ നമ്മൾ വിട്ടു പിരിഞ്ഞു പോയ മണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ ഈ ദിവസത്തിൽ എവിടെന്നെങ്കിലുമായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു അനുഷ്ഠാന യോഗത്തിൽ എല്ലായ്പ്പോഴും എനിക്കും വിളിവരാറുണ്ട്. പ്രിയപ്പെട്ട സുബ്രത സാറ്, ജയചരനൊക്കെയാണ് ഈ പരിപാടിക്കും എന്നെ വിളിച്ചത്. നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ, അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ ഭാഗമാകാൻ കഴിയുന്ന സന്തോഷം. ഒരു സിനിമയിൽ ഞാൻ തന്നെ എഴുതിയിട്ടുള്ളത് പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. ഒരൊറ്റ അനുഭവ കഥ കൊണ്ട് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അവസാനിപ്പിക്കും. ഒരു കാര്യം ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്നില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ സലീകുമാരേട്ടന്റെ മിമിക്രി ട്രൂപ്പിൽ ഇങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത്
മണിച്ചേട്ടനും സലീമേട്ടനൊക്കെ വലിയ സൗഹൃദമാണ്. ഈ ചാലക്കുടി പുഴയുടെ തീരത്ത് കലാപവും മണിച്ചേട്ടൻ ഒരു കണ്ണ് കാണാത്ത കുട്ടിക്ക് ഓപ്പറേഷനുള്ള പൈസ കൊടുക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ ഒരു കലാപരിപാടി കൂടി വെക്കണം എന്ന നിർബന്ധത്തിൽ സലീംകുമാർ എന്നോട് മണിച്ചേട്ടൻ പറഞ്ഞു, നിന്റെ ട്രൂപ്പിനെ ഒന്ന് ഇങ്ങോട്ട് വിടുമോ, ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഞാനാണ് ട്രൂപ്പിന്റെ മാനേജർ. അപ്പൊ സലീമേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ചാലക്കുടിയിൽ പോകണം, മണിയുടെ വീടിനടുത്താണ് പരിപാടി ചെയ്യണം, അപ്പൊ പൈസ തരും, നിങ്ങൾ മേടിക്കരുത്, നിങ്ങളുടെ പൈസ ഞാൻ തന്നോളാം എന്നാണ് സലീമേട്ടൻ പറഞ്ഞത്. കാരണം ട്രൂപ്പിന്റെ വണ്ടിയും ലൈറ്റും ഒക്കെ ഞങ്ങളുടെ സ്വന്തം ട്രൂപ്പിന്റെ, ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ പൈസ മാത്രമേ ഉള്ളൂ, അത് സലീമേട്ടൻ തന്നോളാം, മണി പൈസ തന്നാൽ നിങ്ങൾ മേടിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഇവിടെ വന്നു. നല്ല ഭക്ഷണം, നല്ല പരിപാടി, അദ്ദേഹവും പരിപാടിക്ക് കൂടി. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ അതുപോലെ മണിച്ചേട്ടൻ വിളിച്ചിട്ട് നിങ്ങളുടെ ട്രൂപ്പിന്റെ പൈസ എത്രയാണെന്ന് ചോദിച്ചു. പൈസ എല്ലാം വന്നപ്പോ ഞാൻ പറഞ്ഞു, പൈസ മേടിക്കണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞു. അദ്ദേഹം കുറെ നിർബന്ധിച്ചു, വേണ്ട എന്നുള്ള വാശി ഞാൻ നിന്നു. അവസാനം മണിച്ചേട്ടൻ എന്നെ വിളിച്ച് മാറ്റി തോന്നിയിട്ട് ഒരു കാര്യം ചോദിച്ചു, ഇത് ഞാൻ തന്ന കാര്യം ഞാനായിട്ട് ഒരിക്കലും സലീംകുമാറിനോട് പറയാൻ പോകുന്നില്ല, നിങ്ങൾ എന്റെയും മേടിച്ചു, സലീംകുമാറിന്റെയും മേടിച്ചു, അപ്പൊ നിങ്ങൾക്ക് 2 പേയ്മെന്റ് ആയല്ലോ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഞാൻ തന്നില്ലെന്ന് തന്നെ സലീംകുമാറിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പൈസ കെട്ടി ഏൽപ്പിച്ചിട്ട്, പക്ഷെ ഞാൻ സലീമേട്ടനോട് പറഞ്ഞു, സലീമേട്ടന് തന്നു, അങ്ങനെ നുണ പറഞ്ഞു തന്നില്ല. അങ്ങനെ ആ പൈസ എടുത്തു വെച്ചത് നിർബന്ധിച്ച് ഞങ്ങൾ 8 10 കലാകാരന്മാർക്ക് തന്നുവിട്ട ഒരാളാണ് കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് വേണ്ടി തന്നെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.